അപ്പോൾ ഇന്ന് ഇറങ്ങിയതേ ഉള്ളു. ഇപ്പം സാധനങ്ങളെല്ലാം കൈ സെറ്റ് ചെയ്ത് കരിമീനായിട്ട് വന്നിരിക്കുകയാണ്. കരിമീൻ മാത്രമല്ല, ചെമ്പല്ലിയുണ്ട്. വാഹ കിട്ടുമെന്ന് നോക്കണം. കഴിഞ്ഞതിനൊക്കെ വന്നപ്പോൾ വാഹയൊന്നും കണ്ടില്ല. ഇപ്രാവശ്യം വാഹ കിട്ടുമെന്ന് നോക്കണം. അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുക. എന്തായാലും നമുക്ക് ഷൂട്ടിലോട്ട് പോകാം. ഇവിടുന്ന് തന്നെ അടിപൊളി 2 കരിമീനെ കിട്ടുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ പാറയുണ്ട്, എല്ലാം പാറയുടെ മേളിലാണ് നിൽക്കുന്നത്. ആട്ടി ആ പാറയ്ക്ക് തന്നെ പറ്റുന്നത് കേട്ടോ. ഫസ്റ്റ് അടിയാണ്. പാറയാണെന്നും പറഞ്ഞ് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? എന്നാലും അടുത്തത് തന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ അടിച്ചെടുക്കും. കളയുന്നില്ല. ഡാർട്ട് പൊട്ടിയാലും വേണ്ടിയില്ല, ഇവിടുന്ന് തന്നെ അടിച്ചെടുക്കുക 2 എണ്ണം. ഓക്കെ, അടിപൊളി ഒരു ചെമ്പല്ലി എവിടെ നിന്ന് പോകുന്നത്. എൻ്റെ അട്ടി കൊണ്ട് അത് ഊരി പോന്ന് വയ്ക്കണം. നമ്മുടെ സൂപ്പർ ചെമ്പല്ലിയായിരുന്നു കേട്ടോ. 2-3 കിലോ വരുന്ന ഒരു ചെമ്പല്ലിയായിരുന്നു. അടിപൊളി. അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അതിൻ്റെ പുറപ്പാകം ഭയങ്കര കട്ടിയാണ് എൻ്റെ തൊലിക്ക്. അതുകൊണ്ട് അടി ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഇറങ്ങത്തില്ല. അങ്ങനെ സംഭവിച്ചു പോകുന്നത്. നമ്മുടെ ഉടക്ക് പെട്ടെന്നങ്ങ് അകത്ത് കയറാനുള്ള സമയമില്ല. അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. ഇവിടുന്ന് ഒരു കരിമീനെ അടിച്ചെടുക്കുന്നുണ്ട്. ഇത് വാഹയൊന്നുമില്ല. പക്ഷേ ഇന്ന് നല്ല തെളിവുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പോയപ്പം ഭയങ്കര കളറായിരുന്നു. കാരണം ഒരു കഞ്ഞവെള്ള കളറായിരുന്നത്. ഇന്ന് ഇച്ചിരി തെളിവുണ്ട്. ആ സമയം ഉപ്പ് ഇറങ്ങിയ സമയം. അതുകൊണ്ട് നമുക്കതിനെ മീനെയൊന്നും വലുതായിട്ട് കാണാൻ പറ്റാഞ്ഞു. വാഹേനെയൊന്നും കിട്ടിയതുമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വാഹയുള്ള സ്പോട്ടിലോട്ട് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും നമുക്കൊന്ന് നോക്കാം. അതുവരെ നമ്മൾ കരിമീനെ പിടിച്ച് പതുക്കെ അങ്ങോട്ടങ്ങ് നീങ്ങാം. വാഴയുടെ സ്പോട്ടിൽ നമ്മൾ വന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഒരു അടി അടിച്ച് നോക്കുക, അത് മിസ്സാവും. 2ാമത്തെ അടിക്ക് നമ്മളതിനെ അടിച്ചെടുക്കുന്നത്. പക്ഷെ എന്തോ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിടിച്ച് അടി കൊണ്ട് മീനെ നമ്മൾ വലിച്ചു കയറ്റിയപ്പം ഈ റീലിനകത്തെല്ലാം കയറി അങ്ങ് ലോക്കായിപ്പോയി നൂല്. അതുകൊണ്ട് നമ്മുടെ അതിന് അത് കയ്യിൽ നിന്ന് പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ വരുന്ന കാണാം. നന്നായി. അതതിൻ്റെ പോക്കിന് പോയി. എൻ്റെ ഡാർട്ടും പൊട്ടിച്ചുകൊണ്ടാണ് പോയത്. പൊട്ടിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. എനിക്കിഷ്ടപ്പെട്ട ഷൂട്ട് ഇതാ. ഇത്രയും നേരം പിടിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൂട്ട് ഇതാ. ഈ മീനിൻ്റെ ശരീരത്തെ ആ ഡാർട്ട് കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോണേ. കുത്തി അടിക്കുമ്പോൾ നമ്മളിങ്ങനെ അടിക്കുന്നത് നോക്കിക്കോണം. ഡാർട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന്.
ഫസ്റ്റ് പ്രൈസ് എല്ലാം പെട്ടെന്ന് കേട്ടോ. കാരണം അവിടെയൊക്കെ കൈച്ചൂണ്ടക്കാർ ചൂണ്ടയിടുന്ന സ്ഥലമോ നമ്മളൊക്കെ അങ്ങനെ അടിച്ചെടുത്തുന്ന അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയും. അതുകൊണ്ടാണ് എല്ലാം പെട്ടെന്നുള്ള പരിപാടി കേട്ടോ. അതാണ് വലുതായിട്ട് മീനെ ഒന്നും കാണിക്കാൻ നിൽക്കാത്തത്. കളിപ്പേർന്നെങ്കിൽ തീർന്ന് എന്തുവാ കരിമീനാണോ ചെമ്പല്ലിയാണോ? എന്തോ പിടുത്തോളാ പിടിക്കുന്നത്. പടി പോയി കരിമീൻ കുരുങ്ങി, എല്ലാം കുരുങ്ങി. അയ്യോ അടിപൊളി. അതെ വളക്കരുമി. ഇവിടെ വെച്ച് എൻ്റെ ചെരുപ്പ് പൊട്ടി പൂട്ടുകരപ്പായിരുന്നു. അത് മൊത്തം പൊട്ടി. ഇവിടെ കളന്ന് വള്ളി കയറി കുരുങ്ങി ചെരുപ്പ് പൊട്ടിപ്പോകും. അതാണ് പിന്നെ ചെരുപ്പില്ലാതായിരുന്നു മൊത്തത്തിൽ നടന്നത്. ചെരുപ്പ് കുരി ഞാൻ കയ്യിൽ കളഞ്ഞ്. ഇവിടെ നിന്ന് അടിപൊളി ഒരു കരിമീനെ അടിച്ചെടുക്കുന്നുണ്ടോ. വന്നങ്ങോട്ട് നിൽക്കത്തേ ഉള്ളൂ. ആണല്ലോ അടിപൊളി ഒരു ഷോട്ടായിരുന്നു. എയിമിംഗ് ഒന്നും വേണ്ട, പെട്ടെന്നുള്ളൊരടിയാണ്. ഇവനെ പെട്ടെന്ന് നമ്മൾ പിടിച്ചെടുത്തില്ലെങ്കിലേ താഴെ കണ്ട വെള്ളത്തിൽ കണ്ട ഇഷ്ടം പോലെ പാറയൊക്കെ ഉണ്ട്. പെട്ടെന്ന് കയറി അതിർന്ന് ഉടക്കും. നല്ല സൈസുള്ളൊരു കരിമീനാണ്. ഉടക്കി നമ്മുടെ ഉള്ള ഇതൂടെ പൊട്ടിച്ചു കൊണ്ടുപോകും. നൂലും പൊട്ടും. നമ്മുടെ ഹാൻഡ് ഡീപ്പ് ഡാറ്റ എൻ്റെ ഇരിക്കുന്നത് കേട്ടോ, അതും പൊട്ടും. എന്തായാലും നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഷൂട്ട് ചെയ്തായിരുന്നു. എന്തായാലും പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണണ്ടേ. കുറച്ചേ കിട്ടിയോളൂ. എന്നാലും മീനെയൊക്കെ ഒന്ന് കണ്ടിട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഈ സ്പോട്ടിൽ ഒന്നുകൂടെ വരണം കേട്ടോ. ഇവിടെ നല്ല അടിപൊളി വാഹയൊക്കെ ഉണ്ട്. പുതിയ സ്പോട്ടായതുകൊണ്ട് നമ്മൾ അറിയാതെ വന്നേയില്ലേ. ഇവിടെ ഒന്നിനെ കിട്ടിയില്ല. ഇവിടെ ഒന്നുകൂടെ ഒന്ന് വരണം നമുക്കൊന്ന് കേട്ടോ.